നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശം. 2 മാസത്തിനകം വികസന പദ്ധതികൾ പൂർത്തിയാക്കണം എന്നാണ് മന്ത്രിസഭയിലെ നിർദ്ദേശം. മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് തെരഞ്ഞെടുപ്പിനൊരുങ്ങാനുള്ള നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്ത് ഓരോ വകുപ്പുകളിലും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് അത് നടപ്പിലാക്കി വരികയാണ്. ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിൻ്റെ കാര്യത്തിൽ മന്ത്രിമാർ വലിയ ശ്രദ്ധ ചെലുത്തണം എന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയത്. 2 മാസത്തിനകം എല്ലാ പദ്ധതികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാനാവണം. അക്കാര്യത്തിൽ മന്ത്രിമാർ നേരിട്ട് സ്വന്തം വകുപ്പുകളിലെ പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കണം. ഇത്തരം പദ്ധതികളുടെ പൂർത്തീകരണം അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള സത്വരമായ ഇടപെടൽ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് നൽകിയ നിർദ്ദേശം. ഇതോടൊപ്പം തന്നെ ജില്ലകളിലെ പൊതുവായ വികസന പരിപാടികളിലും മന്ത്രിമാരുടെ ശ്രദ്ധ വേണം. ഓരോ ജില്ലകളിലും വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചും മറ്റും പല വികസന പദ്ധതികളും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ അത്തരം പദ്ധതികളും ഈ 2 മാസത്തിനകം പൂർത്തീകരിക്കുന്ന നിലയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രത്യേക ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും നടന്നിട്ടില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മാർച്ചിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കും എന്ന കണക്കൂട്ടലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നൽകിയത്. ഒരുപക്ഷെ പെരുമാറ്റച്ചട്ടം നേരത്തെ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കും, LDFനെ ബുദ്ധിമുട്ടിലാക്കും എന്നൊരു പ്രതീക്ഷ, ഒരു സംശയം കൂടി CPIM മുഖ്യമന്ത്രിയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്.